വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിൾ സെർച്ച് കൺസോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വെബ്സൈറ്റിന്റെ അനലറ്റിക്സ് അറിയാൻ സാധിക്കും. ഇത് ഗൂഗിൾ സെർച്ച് റിസൾട്ട് പേജിൽ വെബ്സൈറ്റിന്റെ പൊസിഷൻ എവിടെയാണെന്നും അതുപോലെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള ക്ലിക്സ്, ഇംപ്രഷൻസ്, ഡീറ്റെയിൽസ് കൺസോൾ. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ? ഒരു ഫ്രീ സർവീസ് ആണ്. ഗൂഗിൾ ഒരു വെബ്സൈറ്റിനെ മോണിറ്റർ അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ ആണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണ്? ഗൂഗിൾ സെർച്ച് കൺസോൾ ഒരു ഫ്രീ സർവീസ് ആണ്. ഗൂഗിൾ ഒരു വെബ്സൈറ്റിനെ മോണിറ്റർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും ആ വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ സെർച്ച് റിസൾട്ട് പേജിൽ അതിൻ്റെ പ്രസൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഫീച്ചേഴ്സ് നമുക്കിവിടെ നോക്കാം. ഒരു വെബ്സൈറ്റിൻ്റെ ഓണർക്ക് ആ വെബ്സൈറ്റിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ ഗൂഗിൾ സെർച്ച് റിസൾട്ട് പേജിൽ ഇതിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും സാധിക്കുന്ന ഒരു ടൂളാണ്. പെർഫോമൻസ് റിപ്പോർട്ട് നമുക്കിതിൽ അറിയാൻ പറ്റും. അതായത് വെബ്സൈറ്റിൻ്റെ ക്ലിക്സ്, ഇംപ്രഷൻസ്, ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് പൊസിഷൻ, സെർച്ച് റിസൾട്ട് പേജിൽ അതിൻ്റെ ആവറേജ് പൊസിഷനും ഇതിലൂടെ അറിയാൻ സാധിക്കുന്നു. പിന്നെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ക്വറീസ്, അതായത് കീവേഡ്സ്, പേജസ്, കൺട്രീസ്, ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്, ഏത് ഡിവൈസിൽ നിന്നാണുള്ളതും ഇതിലൂടെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ കൂടുതൽ ട്രാഫിക് കിട്ടുന്ന കീവേഡ്സിൻ്റെ ഡീറ്റെയിൽസും റാങ്കിങ്, വിസിബിലിറ്റി എല്ലാം ഇതിലൂടെ അറിയുന്നു. URL ഇൻസ്പെക്ഷൻ ടൂൾ, നമുക്ക് നമ്മുടെ പേജ് ഇപ്പോൾ സ്ക്രോൾ ചെയ്യണം ആദ്യം ഗൂഗിൾ ബോട്ട്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കവറേജ് റിപ്പോർട്ട്, നമ്മൾ വെബ്സൈറ്റിൻ്റെ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ പേജസ്, വാലിഡ്, എറേഴ്സ്, എക്സ്ക്ലൂഡഡ് എല്ലാം ഇതിലൂടെ നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. കോർ വെബ് വിറ്റൽസ് റിപ്പോർട്ട്, യൂസർ എക്സ്പീരിയൻസ് മെട്രിക്സും അതേപോലെ തന്നെ LCP, FID, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ അതേപോലെ തന്നെ റെഡിയാക്കാനും സാധിക്കും. മൊബൈൽ യൂസബിലിറ്റി റിപ്പോർട്ട്, വെബ്സൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ്, ടെക്സ്റ്റ് സൈസ്, വ്യൂ പോർട്ട് സെറ്റിങ്സ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ റെഡിയാക്കാൻ സാധിക്കുന്നു. സൈറ്റ് മാപ്പ് സബ്മിഷൻ, XML സൈറ്റ് മാപ്പ് സബ്മിഷനും ഇതിലൂടെ നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. മാനുവൽ ആക്ഷൻസ് വഴി നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് റെഡിയാക്കാൻ പറ്റുന്നു. ഹാക്കിംഗ് അറ്റംപ്റ്റ്സും എല്ലാം ഇതിലൂടെ നമുക്ക് റെഡിയാക്കാം. എൻഹാൻസ്മെൻറ്റ് റിപ്പോർട്ട്സ്, വെബ്സൈറ്റിൻ്റെ ബ്രെഡ് ക്രംസ്, ഇവൻറ്റ്സ്, പ്രൊഡക്റ്റ് റിവ്യൂസ്, ഇങ്ങനത്തെ എല്ലാ സ്പെസിഫിക് റിപ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്കിതിലൂടെ കൂടുതൽ കിട്ടുന്നു. ലിങ്ക്സ് റിപ്പോർട്ട്, വെബ്സൈറ്റിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ലിങ്ക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. പേജ് എക്സ്പീരിയൻസ് റിപ്പോർട്ട്, വെബ്സൈറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതും ഇതിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സെറ്റിംഗ് അപ്പ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഗൂഗിൾ സെർച്ച് കൺസോൾ സെറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് കൺസോൾ സൈൻ ഇൻ ചെയ്യണം, പ്രോപ്പർട്ടീസ് ടൈപ്പ് സെലക്ട് ചെയ്യണം, വെബ്സൈറ്റ് URL എൻ്റർ ചെയ്യണം. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ മെത്തേഡ് ചൂസ് ചെയ്യണം. ഒന്നാമത്തെ ഒരു മെത്തേഡ് ഉള്ളത് വെബ്സൈറ്റിലെ ഫയൽ അപ്ലോഡ്, പിന്നെ വരുന്നത് HTML ടാഗ്, പിന്നെ അതിൽ ടൂളിൽ പോയിട്ട് ചെയ്യുന്ന മെത്തേഡ്. നമുക്കതൊന്ന് നോക്കാം.